Kindly subscribe this channel to enjoy more collection of moral stories. തിരമാലകളുടെ താളത്തിനൊത്ത് ചടുലമായ പവിഴങ്ങൾ നൃത്തം ചെയ്യുന്ന ആകാശക്കടലിന്റെ നിഗൂഢമായ ആഴങ്ങളിൽ അക്വേറിയൻ എന്നറിയപ്പെടുന്ന ഒരു മറഞ്ഞിരിക്കുന്ന രാജ്യം നിലവിലുണ്ടായിരുന്നു. ഈ മാന്ത്രിക മണ്ഡലം അസാധാരണമായ കടൽജീവികളുടെ വാസസ്ഥലമായിരുന്നു. എന്നാൽ ഗോൾഡൻ ഫിൻഡ് ലുമിനേർ പോലെ ആകർഷകമായിരുന്നില്ല അവയൊന്നും. ഓരോ നൂറ്റാണ്ടിലും ഒരിക്കൽ സംഭവിക്കുന്ന ഒരു സ്വർഗീയ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അവിടെ ചന്ദ്രപ്രകാശവും വേലിയേറ്റവും ഒരു മത്സ്യത്തെ തിളങ്ങുന്ന സ്വർണ്ണ തിളക്കം നൽകി അനുഗ്രഹിച്ചു. ഈ സമ്മാനിച്ച ജീവി ഗോൾഡൻ ഫിൻഡ് ലുമിനേർ സൗന്ദര്യം മാത്രമല്ല, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള അതുല്യമായ കഴിവും ഉള്ളതായി പറയപ്പെടുന്നു. അക്വേറിയന്റെ ഹൃദയഭാഗത്ത് പവിഴപ്പുറ്റുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നതും ബയോലൂമിനസെന്റ് സസ്യങ്ങളുടെ മൃദുലമായ തിളക്കം കൊണ്ട് പ്രകാശിക്കുന്നതുമായ മാരിസ് അടങ്ങാത്ത ജിജ്ഞാസയുള്ള ഒരു എളിയ മത്സ്യകന്യകയായിരുന്നു. നിർഭാഗ്യകരമായ ഒരു രാത്രി ചന്ദ്രൻ അതിന്റെ വെള്ളിവെളിച്ചത്തിൽ കടലിനെ കുളിപ്പിച്ചപ്പോൾ മാരിസ് സ്വർഗീയ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയും ഗോൾഡൻ ഫിൻഡ് ലുമിനേറിന്റെ ജനം കാണുകയും ചെയ്തു. അതിമനോഹരമായ തേജസ്സിനാൽ ആകൃഷ്ടനായ മാരിസിന് മത്സ്യവുമായി അവ്യക്തമായ ബന്ധം തോന്നി. അപ്രതിരോധ്യമായ പ്രേരണയാൽ നയിക്കപ്പെട്ട അവൾ ലുമിനേർ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ടു. പുരാതന കടൽ ആത്മാക്കളുടെ വഴികാട്ടി, അത് നോക്കുന്നവരുടെ അഗാധമായ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള മത്സ്യത്തിന്റെ കഴിവിനെക്കുറിച്ച് സംസാരിച്ചു. ഗാംഭീര്യമുള്ള കടൽ ഡ്രാഗണുകളെയും കളിയായ മെർഫോക്കുകളെയും അഭിമുഖീകരിക്കുന്ന അക്വേറിയനിലെ പ്രകൃതി ദൃശ്യങ്ങളിലൂടെ മാരിസ് യാത്ര ചെയ്യുമ്പോൾ ഗോൾഡൻ ഫിൻഡ് ലുമിനേർ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തിയുണ്ടെന്ന് അവൾ കണ്ടെത്തി. എന്നിരുന്നാലും ലുമിനേറിന്റെ മാന്ത്രികത ഒരു തിരഞ്ഞെടുപ്പുമായി വന്നു. ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചയാൾ മന്ത്രവാദ മണ്ഡലത്തിൽ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും വഹിക്കും. മാരിസ് ലുമിനേറുമായി കൂടുതൽ അടുക്കുമ്പോൾ അവളുടെ ധൈര്യവും സത്യസന്ധതയും പരീക്ഷിക്കുന്ന പ്രതിസന്ധികളെ അവൾ അഭിമുഖീകരിച്ചു. നിവാസികളുടെ ആഗ്രഹങ്ങൾ കൂടുതൽ വിചിത്രവും അസന്തുലിതവുമാകാൻ തുടങ്ങിയതോടെ ഒരുകാലത്ത് മനോഹരമായ സാമ്രാജ്യം അതിന്റെ തിളക്കം നഷ്ടപ്പെടാൻ തുടങ്ങി. ഗോൾഡൻ ഫിൻഡ് ലൂമിനേറിന്റെ യഥാർത്ഥ മാന്ത്രികത ആഗ്രഹങ്ങൾ നൽകുന്നതിൽ മാത്രമല്ല, ഐക്യത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രാധാന്യം പഠിപ്പിക്കുന്നതിലാണെന്ന് മാരിസ് മനസ്സിലാക്കി. ഒരു ക്ലൈമാക്സ് നിമിഷത്തിൽ അക്വേറിയന്റെ ബാലൻസ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിസ്വാർത്ഥമായ ആഗ്രഹം മാരിസ് നടത്തി. കൂടുതൽ നന്മയ്ക്കായി ലൂമിനേറിന്റെ മാന്ത്രികത ഉപേക്ഷിച്ചു. അവൾ ചെയ്തുപോലെ ഒരിക്കൽ സ്വർണ്ണ മത്സ്യം രാത്രി ആകാശത്തിലെ ഒരു നക്ഷത്രസമൂഹമായി രൂപാന്തരപ്പെട്ടു. അതിന്റെ പ്രകാശം എന്നേക്കുമായി മാരിസ് നടത്തിയ മോഹിപ്പിക്കുന്ന യാത്രയുടെ പ്രതീകമായിരുന്നു. ദി എൻചാന്റഡ് റിയൽം തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു കഥയായി മാറി. യഥാർത്ഥ സൗന്ദര്യവും മാന്ത്രികതയും ലഭിക്കുന്നത് അനുവദിച്ച ആഗ്രഹങ്ങളിൽ നിന്നല്ല, മറിച്ച് യോജിപ്പുള്ള അസ്തിത്വത്തിനായി നടത്തിയ തിരഞ്ഞെടുപ്പുകളിൽ നിന്നാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. രാത്രി ആകാശത്ത് ഗോൾഡൻ ഫിൻഡ് ലുമിനേർ നക്ഷത്രസമൂഹം കടലിന്റെ മാന്ത്രിക മണ്ഡലത്തിൽ ആഗ്രഹവും ഉത്തരവാദിത്വവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ തേടാൻ സ്വപ്നക്കാരെ പ്രചോദിപ്പിച്ചു.